ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ക്ലസ്റ്റർ എ പേഴ്സണാലിറ്റി ഡിസോർഡറിലെ അടുത്ത പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഡിസോർഡർ. ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് ഇമോഷണൽ എക്സ്പ്രഷൻ കുറവായിരിക്കും. അവർക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് അവർ കുറവായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മിംഗ്ലിങ് കുറവായിരിക്കും. സോഷ്യലായിട്ട് ആൾക്കാരോട് മിംഗിൾ ചെയ്യാനും ഇടപെടാനും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. അതുപോലെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവും. സോഷ്യൽ റിലേഷൻഷിപ്പിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷൻ കുറവായിരിക്കും, റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഇമോഷണൽ എക്സ്പ്രഷൻ, ഇത് രണ്ടുമാണ് ഷീസോയിഡ് പേഴ്സണാലിറ്റിയുടെ രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറയും. ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരുടെ സിംറ്റംസ് ഈ പറയുന്ന പോലെയാണ്. സോഷ്യൽ ഇൻറ്ററാക്ഷനും റിലേഷൻഷിപ്പിനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരായിരിക്കും. ഡേ ഡ്രീമിങ് കൂടുതൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ഡ്രീമിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്സോ ഒന്നും അവർക്ക് ഉണ്ടാവത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ സമയം അവർ ഒറ്റയ്ക്ക് കളിക്കാനും ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ആൾക്കാരായിരിക്കും. ടി വി കാണുക, ബുക്ക് വായിക്കുക, അങ്ങനെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ ഫീലിങ്സും മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും കണക്ട് ചെയ്ത് ചിന്തിക്കാൻ കഴിവ് കുറവുള്ള ആൾക്കാരായിരിക്കും. അതിന് മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളവരായി. ഇത്രയും കാര്യങ്ങൾ ആണ് പ്രധാനപ്പെട്ടതായിട്ട് ഷീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ.